ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പിനെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയെ തളരാതെ മുന്നോട്ട് നയിച്ച നേതാവിന്റെ അഭാവം ഒരു വലിയ വിടവ് തന്നെയാണ്. നികത്താനാകാത്ത ആ കുറവിന്റെ ഓർമ്മകൾ പക്ഷേ അത്ര പെട്ടെന്ന് വിസ്മരിക്കപ്പെടുന്നതല്ല. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ആളാരവങ്ങൾക്ക് നടുവിലൊരു മനുഷ്യൻ അവരുടെ സങ്കടങ്ങൾ ആരായുകയാണ്. കയ്യിലുള്ളൊരു തുണ്ട് കടലാസിൽ പരാതികൾ പകർത്തുന്നു. 3-4 വരകളിലൂടെ ഒരു കാരിക്കേച്ചർ ചിത്രം വരയ്ക്കുന്നത് പോലെ ലളിതമായിരുന്നു ഉമ്മൻചാണ്ടി. പാർട്ടിക്കാരുടെ പ്രിയപ്പെട്ട ഓസിയായും പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞൂഞ്ഞായും ഉമ്മൻചാണ്ടി മാറിയത് അതേ ലളിത ജീവിതത്തിലൂടെ തന്നെ. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് കെ കരുണാകരനെ പോലെ പ്രവർത്തകരിലും ജനങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ വ്യക്തി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. KSU അധ്യക്ഷനിൽ നിന്ന് തുടങ്ങി കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെയുള്ള യാത്ര ചെറുതായിരുന്നില്ല. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ചെയ്തിരുന്ന ജനസേവനം തന്നെയായിരുന്നു എന്നും ഉമ്മൻചാണ്ടിയെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കിയത്. 53 വർഷം പുതുപ്പള്ളിയെ തന്റെ കയ്യിൽ ഭദ്രമാക്കി വെച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും കോൺഗ്രസിന് നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഒരു എന്താ പറയുക, ഒരു ഊർജ്ജദായിനി എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ്. അദ്ദേഹം ഇടപെടുന്ന രീതി, അദ്ദേഹം ആളുകളെ, പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ എന്താ പറയുക, തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പണം കൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രകടനങ്ങൾ കൊണ്ടോ പൊതുയോഗങ്ങൾ കൊണ്ടോ നേടാൻ പറ്റാത്ത വലിയ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞത്. പുഞ്ചിരിയും കാരുണ്യവും മുഖമുദ്രയാക്കിയ പൊതുപ്രവർത്തകൻ, എതിരാളികളെ അവർ പോലും അറിയാതെ നിഷ്പ്രഭരാക്കി മാറ്റിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ആരെയും കേൾക്കുന്ന, സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നയാൾ, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ്. ജൂലൈ 18 ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഒരത്ഭുതമായി ഉമ്മൻചാണ്ടി ഓർമ്മയായപ്പോൾ ചരിത്രം മാറ്റിയെഴുതിയ രാഷ്ട്രീയ അതികായനെ കൂടിയാണ് കോൺഗ്രസിന് നഷ്ടമായത്. അവരെ സംബന്ധിച്ചിടത്തോളം മുന്നണി സമവാക്യങ്ങൾക്ക് കരുത്തു പകർന്ന, അണികൾക്ക് പ്രചോദനം നൽകിയിരുന്ന പ്രിയപ്പെട്ട നേതാവില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇഴമുറിയാത്ത മനുഷ്യച്ചങ്ങല തീർത്താണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കേരളം യാത്രയാക്കിയത്. ആ ഓർമ്മകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഓസി പ്രവർത്തകർക്ക് പിന്തുണയായി മാറുന്നതും ആ ഓർമ്മകളിലൂടെ തന്നെ. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.